ക്വാളിഫിക്കേഷൻ മതി, ഒരൊറ്റ കാര്യം മതി. യേശു നിന്റെ രക്ഷകനും കർത്താവുമായി നീ അംഗീകരിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്, രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സന്നദ്ധമായിട്ടുണ്ട്. നിങ്ങളെ ഏത് രോഗാവസ്ഥയാണെങ്കിലും കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് സമയമാണ്. നിന്റെ സമയം എപ്പോഴാണ്? When is your time? നിന്റെ രോഗസൗഖ്യത്തിന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. അത് ഇന്നാണോ എങ്കിൽ ഇന്ന് സ്വീകരിക്കുക, അത് നാളെയാണോ അത് നാളെ സ്വീകരിക്കുക. കർത്താവിനോട് ഈ നിമിഷം ചോദിക്കുക, എപ്പോഴാണ് എന്റെ രോഗസൗഖ്യം? യേശുവിന്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. കാരണം നീ ദൈവത്തെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? സന്തോഷമുള്ളവരെന്തെങ്കിലും നീ യേശുവിനെ അറിയത്തില്ലെങ്കിലും നിന്നെ യേശു സ്നേഹിക്കുന്നു. അവൻ ലോകത്തെ അതിയായി സ്നേഹിച്ചു. അതിന്റെ ഫലമായി സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചു. ആ യേശു തമ്പുരാൻ നിന്നോട് പറയുകയാണ്, മകനെ, മകളെ, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഒന്ന് തുറക്ക്. ഞാൻ വന്ന് വസിക്കാം. ഞാൻ നിന്റെ രക്ഷകനാകാം. ഞാൻ നിന്റെ കർത്താവാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവിടെ യേശു എന്നും ജീവിക്കുന്നു. യേശു എന്നും ജീവിക്കുന്നു. യേശു എന്നും ജീവിക്കുന്നു. പക്ഷെ ഞാൻ യേശുവിനോട് പറഞ്ഞ ഒരു കാര്യം ആ സമയത്ത്, കർത്താവ്, എനിക്ക് കൂടുതൽ ആത്മാക്കളെ വീണ്ടും വേണം. അപ്പോൾ എൻ്റെ ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. ജനമേ, ഞാൻ ഒരു കാര്യം പറയാം, ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഏകരക്ഷകനായ ക്രിസ്തു, ഏക ദൈവമായ ക്രിസ്തു, സർവശക്തനായ ദൈവം, ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഏക ദൈവം, അവൻ മാത്രം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ എന്നെ കരുതുന്നവനാണ്. ഏക ജീവൻ, എറ്റേണൽ ലൈഫ്, നിത്യമായ ജീവൻ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോവില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് അവന്റെ ശരീരത്തോടുകൂടി ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു വരുമ്പോൾ ഹിന്ദു മാറി നിൽക്ക്, മുസ്ലിം മാറി നിൽക്ക്, ക്രിസ്ത്യാനികൾ മാറി നിൽക്കാനല്ല പറയുന്നത്. നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരിക. ഹല്ലേലൂയ. കാരണം ഇവിടെയുള്ള ഹൈന്ദവ സഹോദരനോട് ഞാൻ പറയാം, ക്രിസ്തു നിനക്ക് വേണ്ടി രക്തം ചിന്തി. ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി അവൻ മരിച്ചു, നീ മരിക്കാതിരിക്കുവാൻ. യേശു ക്രിസ്തു നിന്റെ രോഗം സ്വയം ശരീരത്തിൽ ഏറ്റെടുത്തു, നിനക്ക് രോഗം ഉണ്ടാകാതിരിക്കുവാൻ. അപ്പോൾ യേശു നിന്നെ സ്നേഹിക്കുന്നു. ദൈവമൈതലേ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഒരുവൻ അറിഞ്ഞാൽ അവൻ പിന്നീട് തിരിഞ്ഞു നോക്കത്തില്ല പഴയ ജീവിതത്തിലേക്ക്. അവൻ പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടും. ഹല്ലേലൂയ. 2023 ഫെബ്രുവരി മാസം എന്റെ ശരീരവും എന്റെ ആത്മാവും വേർപെട്ടു. ശാത്താന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ എല്ലാ രോഗങ്ങളും വരുന്നു. പിശാചിനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുമ്പോൾ, ഈ വന്നിരിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റു ജാതിക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ സൗഖ്യമാകും. നിങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക്
സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കൂ. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, സകല ജനങ്ങൾക്കും വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവൻ. അവൻ തന്നെയാകുന്നു ഏക വഴി, അവൻ തന്നെയാകുന്നു ഏക സത്യം. നിങ്ങൾ രോഗം സൗഖ്യമായാലും രോഗം സൗഖ്യമായില്ലെങ്കിലും നിങ്ങൾ എത്ര പേരത്തെ ദൈവത്തെ സ്തുതിക്കും? ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ രോഗം സൗഖ്യമായാലും നിങ്ങളുടെ രോഗം സൗഖ്യമായില്ലെങ്കിലും എത്ര പേര് ദൈവത്തെ സ്തുതിക്കും, യേശുവിനെ ആരാധിക്കും? അവരെ ദൈവം അനുഗ്രഹിക്കുന്നു. അവരെയാണ് നിങ്ങൾ അനുഗ്രഹിക്കുന്നത്. എന്റെ രോഗം വന്നാലും രോഗം നിലനിന്നാലും രോഗം സൗഖ്യമായില്ലെങ്കിലും രോഗം സൗഖ്യമായാലും ഞാൻ എന്റെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. യേശുവല്ലാതെ വേറൊരു കർത്താവ് എന്റെ ജീവിതത്തിലില്ല. യേശുവല്ലാതെ മറ്റൊരു രക്ഷകൻ എന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം തമ്പുരാൻ നിന്നെയും എന്നെയും സൗഖ്യമാക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? അത്ഭുതത്തിന്റെ നിങ്ങളുടെ ഏക രക്ഷകൻ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവൻ. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ യേശു ക്രിസ്തു എന്ന രക്ഷകനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. Jesus Christ is the Savior of the whole world. ലോകത്തിന്റെ രക്ഷകൻ യേശുവാണ്. ദൈവം മനുഷ്യനെ അതിയായി സ്നേഹിച്ചു. അതിനാൽ യേശു സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആരൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ജീവൻ പ്രാപിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകും. ക്രിസ്തുവിന്റെ വചനം അങ്ങനെയാണ്. യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ കർത്താവായി നിങ്ങളുടെ നാഥനായി യേശു ക്രിസ്തു കടന്നു വരും. ആ യേശു ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് രോഗത്തെ നിനക്ക് തന്നെ സൗഖ്യമാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ, ഇന്നാണ് എന്റെ ദിവസം. യേശുവിന്റെ കരങ്ങൾ എല്ലായിടത്തുമുണ്ട്. ഏറ്റവും അങ്ങേയറ്റത്തെ താഴെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ കരം അവിടെയുണ്ട്. യേശുവിന്റെ കരം അവിടെയുണ്ട്. എന്നുള്ള കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, തുറക്കട്ടെ കണ്ണുകൾ, തുറക്കട്ടെ കണ്ണുകൾ, തുറക്കട്ടെ കണ്ണുകൾ, തുറക്കട്ടെ. സുഖം എല്ലാം സൗഖ്യമാകട്ടെ. Prostrate cancer be healed. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആസ്തികൾക്ക് ബലം നൽകട്ടെ, കാഴ്ച ലഭിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. Be healed in the name of Jesus. നിങ്ങളിവിടെ വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ വേദനകള്, നിങ്ങളുടെ കണ്ണുനീര് യേശുവിനെ ആകർഷിക്കും. നിങ്ങളുടെ വേദനകള് യേശുവിനെ ആകർഷിക്കും. നിങ്ങളുടെ പ്രയാസങ്ങള് യേശുവിനെ ആകർഷിക്കും. ഹല്ലേലൂയ. നിന്റെ വേദന, ശരീരത്തിന്റെ വേദന, ശരീരത്തിന്റെ രോഗം യേശുവിനെ ആകർഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ഹൃദയ നൊമ്പരം യേശുവിനെ ആകർഷിക്കും. നിന്റെ വേദന, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ ദാരിദ്ര്യം, നിന്റെ ഒന്നുമില്ലാത്ത അവസ്ഥ, ഭവനമില്ലാത്ത അവസ്ഥ, കേസുകള്, വ്യാകുലതകള്, ശാരീരിക അസ്വസ്ഥതകളെല്ലാം യേശുവിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അതാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നിനക്ക് ഓടി ഒളിക്കാൻ ഒരു സ്ഥലവുമില്ല.
ദൈവ സാന്നിധ്യം നീ എവിടെ ഇരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ നമ്മൾ ചില ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. എന്ത് തിരിച്ചറിയുന്നില്ല? ദൈവത്തിന്റെ സാന്നിധ്യം. നിങ്ങളെ യേശുവേ എന്നൊരു 10 പ്രാവശ്യം എല്ലാ രോഗികളും, കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും നടക്കാൻ പറ്റത്തില്ലാത്തവരും എല്ലാ രോഗികളും 10 പ്രാവശ്യം യേശുവേ എന്ന് ഉറക്കെ പറഞ്ഞു. യേശു ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ആരാധന കാരണക്കാരൻ ചിന്താഗതി 2 ഭിക്ഷയാചിക്കുന്ന മുടന്തന്റെ ചിന്ത, അവൻ എന്തെങ്കിലും കിട്ടുമോ, ഇന്നത്തെ നിത്യവൃത്തിക്ക് വേണ്ടി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വല്ല നാണയങ്ങളും കിട്ടുമോ? പക്ഷെ പത്രോസ് അതല്ല വിചാരിച്ചേ. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഇതിന് കൊടുക്കാൻ വേണ്ടി എന്നല്ല ചിന്തിച്ചത്. പത്രോസ് ചിന്തിച്ചത്, ഇവനെ എന്റെ യേശു ഇപ്പൊ സൗഖ്യമാക്കും, ഇവനെ ഇപ്പൊ കർത്താവ് സൗഖ്യമാക്കും, ഇവനെ എന്ത് ചെയ്യും? പത്രോസ് എന്റെ രോഗം ഏറ്റെടുത്തു, എന്നെ സ്വതന്ത്രമാക്കി. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ. ദൈവദൂതൻ ദൈവമാലാഖ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ അവനെ തടയാൻ പിശാച് നിന്നു. അതായത് നിങ്ങൾക്കെതിരായി വാദിക്കുന്ന ഈ പൈശാചിക ശക്തികളെ അവർക്ക് തകർക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന ഇന്നു മുതൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട ദൈവദൂതന്മാർ പടവെട്ടി ജയിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കേസിൽ നിന്നും ദൈവം തമ്പുരാൻ വിജയം നൽകും, നീതി ലഭിക്കും. നിന്നെ പഴിവെച്ച് നീ കുറ്റക്കാരനാണെന്ന് നിന്നെ സ്ഥാപിച്ച് നിന്നെ ഒരു സ്ഥലത്ത് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയാണ്, നിന്നെ മാനിക്കാൻ പോകുന്നു, നിന്റെ നീതികൾ തിരിച്ചു കിട്ടാൻ പോകുന്നു. നിനക്ക് നീതിയിൽ നടക്കാൻ പറ്റും. മാന്യമായി മനുഷ്യന്റെ മുഖത്ത് നോക്കി നടക്കാം, കടമില്ലാതെ നടക്കാം, ബാധ്യതകളില്ലാതെ നടക്കാം, കുറ്റങ്ങളില്ലാതെ നടക്കാം. കാരണം യേശു ക്രിസ്തു നിന്റെ കൂടെ നടന്ന് നിനക്ക് നീതി തരൂ നടപ്പാക്കുകയാണ്. ഹല്ലേലൂയ. കോർട്ട് കേസ് ഉള്ളവരെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കോർട്ടിനെ സ്നേഹിക്കുന്നു. മക്കൾ എവിടെയെങ്കിലും പോക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ധ്യാനത്തിന് വരും, മക്കൾ വന്നാലും വന്നില്ലെങ്കിലും അവർക്കുള്ളതാ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നിങ്ങളുടെ രക്തമാണ്, നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടേതാണ് മകന്. അതായത് ദൈവം തമ്പുരാൻ അവന്റെ മക്കളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവനെ ശരിക്കും പരിരക്ഷിക്കുവാൻ വേണ്ടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ മക്കളെ അവര് നമ്മളെ വിട്ടുപോകും, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സാക്ഷ്യം നമ്മുടെ ഭവനത്തിൽ കാണിക്കണം. എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം. എൻ്റെ അടുത്ത് വന്നൊരു പയ്യൻ പറഞ്ഞതാണ്, ഞങ്ങളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനത്തിന്റെ സമയത്ത് ഒരു പയ്യൻ വന്ന് പറയും, എന്റെ വീട്ടിൽ മാതാപിതാക്കൾ തമ്മിൽ എപ്പോഴും വഴക്കാം, അതുകൊണ്ട് അതേ സ്വഭാവം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനും കോളേജിൽ പോയി കഴിഞ്ഞാൽ വഴക്കാം ഉണ്ടാവില്ല, വ്യാകുലതകൾ ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാലും അതിനെ അവർ അതിജീവിക്കും. അവരാണ് ശാന്തശീലം. അവർ സ്വത്തുക്കൾ കരസ്ഥമാക്കും. പിന്നെ വേറെന്താണ്? ഭൂമിയെ സ്വന്തമാക്കും, ഭവനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ.
സന്തോഷമുള്ളവരൊന്ന് കൈവരിച്ചു. യേശു പറഞ്ഞു സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കുക. പൗലോസ് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു എപ്പോഴും സന്തോഷിച്ച് ആനന്ദിക്കുക. അപ്പോൾ ഇതിൽ വ്യക്തമാണ് ശാന്തശീലർക്ക് സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം എന്നുവേണ്ട പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പൊട്ടിത്തെറി സ്വഭാവം ഉണ്ടാവില്ല. ദേഷ്യപ്പെട്ടെന്ന് വരത്തില്ല. ദേഷ്യപ്പെട്ടാലും അന്നേരം തന്നെ ശാന്തമാകും. ഒന്ന് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, പരിശുദ്ധാത്മാവേ രാജ്യം. അപ്പോൾ ആത്മാവിൽ ആരെങ്കിലും ദരിദ്രരുണ്ടെങ്കിൽ അവരിലേക്ക് പരിശുദ്ധാത്മാവ് സ്വർഗരാജ്യം കൊണ്ടുവന്ന് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അനുഭവം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവും. ഒരു സമാധാനം, നിത്യമായ സമാധാനം നിങ്ങളിൽ ഉണ്ടാവും. യേശു പറഞ്ഞു നിങ്ങൾ 2 പേര് പോകുമ്പോൾ സമാധാനം നിങ്ങളുടെ കൂടെ ഞാൻ അയക്കുന്നു. ഈ സമാധാനം നിങ്ങൾ പോകുന്ന പട്ടണത്തിൽ നിങ്ങൾ സമാധാനം അഴിക്കുന്നു. ഞാൻ ഒരു പട്ടണത്തിൽ വന്നപ്പോൾ ഇവിടെ സമാധാനം ഉണ്ടാവുന്നത്. പ്രൈസ് ഗോഡ്. സമാധാനം കൊണ്ടാണ് ഞാൻ വന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ, കാല് ചവിട്ടുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ എന്ത് പറയണം? ദരിദ്രർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേത്. എന്താണ് അതിന്റെ അർത്ഥം? ആത്മാവിൽ ദരിദ്രർ ആരാണ്? യേശുക്രിസ്തുവിനെ അറിയാത്തവരാണ് ആത്മാവിൽ ദരിദ്രർ. ശ്രദ്ധിക്കുക ഒന്നുകൂടെ. യേശുവിനെ അറിയത്തില്ലാത്ത വ്യക്തി, യേശു ഹൃദയത്തിൽ ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. നമുക്ക് ദൈവരാജ്യം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. കാരണം ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നമുക്ക് വീണ്ടും ദൈവരാജ്യത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ എല്ലാവരും അറിഞ്ഞു യേശുവാണ് സകല നാമത്തിനേക്കാളും മേലായ നാമം, വലിയ നാമം. ക്രിസ്തുവിന്റെ നാമത്തിന് വലിയ അധികാരമുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തതിന് ശേഷം കർത്താവ് വീണ്ടും ജനങ്ങളോട് സംസാരിക്കുകയാണ്. കർത്താവിന്റെ യഥാർത്ഥ വചനം കർത്താവ് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വായിച്ചു. ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യനെയാണ് നീ ബലപ്പെടുത്തേണ്ടത്. നിന്റെ അകത്തെ മനുഷ്യന് നിത്യമായ ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന് നമുക്കൊരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു. മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, നിങ്ങളുടെ രോഗം മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ വേദന മാറിയിട്ടുണ്ടോ? ജസ്റ്റ് ബിലീവ് ഇറ്റ്. വലിയ കാര്യമൊന്നുമല്ല, വളരെ നിസ്സാരമായ കാര്യമാണ്. നിന്റെ നിത്യമായ മരണം യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്തു എന്ന് ഓർമ്മിക്കുക. അതാണ് കുരിശിന്റെ അടയാളം. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. കുരിശുരൂപത്തെ നമ്മൾ ചുംബിക്കാറുണ്ട്, കുരിശുരൂപത്തിൽ വണങ്ങാറുണ്ട്. എന്താണ് കാരണം? വാട്ട് ഈസ് ദി റീസൺ ബിഹൈൻഡ് ഇറ്റ്? വാട്ട് ഈസ് ദി റീസൺ? എന്താണ് ഇതിന്റെ കാരണം? അതിന് പിന്നിലെ രഹസ്യം മറ്റൊന്നുമല്ല. നിന്നെ യേശു വിടുവിച്ചു, യേശു നിന്നെ സൗഖ്യമാക്കി, യേശു നിനക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു. അവനാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. നിങ്ങളെ ദൈവത്തിന്റെ വചനം തൊട്ടെങ്കിൽ അന്നേരം കൈയടി. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, റെഡിയാണോ? കൈയടിക്കുന്ന ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ രൂപം കണ്ടവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിന്റെ രൂപം ക്രൂശിലിങ്ങനെ മരിച്ചു കിടക്കുന്ന രൂപം എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? കണ്ടിട്ടുള്ള ഒരു ദൈവം പരിപൂർണ്ണ ഇഷ്ടമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, രോഗസൗഖ്യം ദൈവത്തിന്റെ പരിപൂർണ്ണ ഇഷ്ടമാണ്. നമുക്കറിയാം, കാര്യങ്ങളാണ്
കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്? 3 കാര്യങ്ങൾ. എന്താണ് 3 കാര്യങ്ങൾ? സുവിശേഷം പഠിപ്പിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യത്തിന് രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവരാജ്യം പ്രസംഗിച്ചു, ദൈവരാജ്യം പഠിപ്പിച്ചു, ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി. ഈ ഒരു 3 ശുശ്രൂഷകളാണ് സർവശക്തനായ യേശു ക്രിസ്തു നമ്മളെയും ഇന്ന് ഭരമേൽപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. എന്താണ് ക്വാളിഫിക്കേഷൻ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ആഴമായ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കർത്താവായ ദൈവത്തിന് വേണ്ടി ചെയ്തെടുക്കുവാൻ സാധിക്കും. എല്ലാ വരങ്ങളും ദാനങ്ങളും അഭിഷേകവും എല്ലാ വിശ്വാസികൾക്കും പകരുവാൻ കർത്താവ് കഴിവുള്ളവനാണ്. പ്രൈസ് ഗോഡ്. കർത്താവിന് കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, എന്തിനാണ് എന്നെ കർത്താവ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? എനിക്കെന്തുകൊണ്ട് കണ്ണ് കാഴ്ച ദൈവം തന്നില്ല? ദൈവം തരാത്തതല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് നിങ്ങളുടെ രോഗം. പ്രൈസ് ഗോഡ്. പറഞ്ഞേ, അടുത്തിരിക്കുന്നോട് പറഞ്ഞേ, എൻ്റെ രോഗം ദൈവനാമം മഹത്വപ്പെടുവാനുള്ള ഒരു അവസരമാണ്. എൻ്റെ യേശുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. എന്ത്? എൻ്റെ രോഗം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് ഒരു ശക്തി അല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആധികാരികമായി ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ധ്യാനമുണ്ട്, റൂഹ ധ്യാനം. അത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ മാസത്തിന്റെയും അവസാനത്തെ രോഗസൗഖ്യത്തിന്റെ ദിവസമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശുവിനെ എഴുന്നേൽപ്പിക്കുന്ന വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്റെ ദിവസമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവര് ഉറക്കെ ഒന്ന് ഹല്ലേലൂയ പറ. ഇന്ന് എന്റെ ദിവസമാണ്, ഇന്ന് എന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്. ഇന്ന് എന്റെ കർത്താവ് എന്നെ തിരിക്കും. ഹല്ലേലൂയ. അതൊരു സന്തോഷ വാർത്തയാണോ? തീർച്ചയായിട്ടും അതൊരു സന്തോഷ വാർത്തയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ വിചാരിക്കുന്നത് നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവമുണ്ട്. എന്നാൽ അത് മാറ്റിവെച്ചിട്ട് നമ്മൾ പറയണം ഇങ്ങനെ, എൻ്റെ യേശുവേ, എനിക്കൊന്നും അറിയില്ല, നീ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് തക്ക രീതിയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരും. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു സംഭവമാണ് അവിടെ. യേശു ആരാണ്? യേശു നമ്മുടെ രക്ഷകൻ, നമ്മുടെ ഏക രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനോഹരമായിട്ടുള്ള ഈ ഒരു ദേവാലയത്തില്, വ്യാകുല മാതാവിന്റെ മനോഹരമായിട്ടുള്ള ഈ ദേവാലയത്തില് നമ്മളെല്ലാം ഇന്ന് പ്രഭാതത്തിൽ കൂടിയിരിക്കുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഒന്നിച്ചാക്കിയിരിക്കുന്നതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, കർത്താവിന്റെ നാമം ഉചിതമാകുവാൻ, മഹത്വപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന വചനങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും കേൾക്കുന്ന വചനം ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുമ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാവുകയും ചെയ്യും. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എങ്ങനെയാണ് അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നത്? എങ്ങനെയാണ് അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നത്? ഒരു കുരുടന് കാഴ്ച കൊടുക്കുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു.
ഒരു മുടങ്ങൻ നനക്കപ്പെടുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റ് സൗഖ്യമാകുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു. അവരെ അങ്ങനെ നാമം പൂജിതമാകണമേ എന്ന് നമ്മളോട് പറയുന്ന ആ പഠിപ്പിക്കുന്ന ആ അർത്ഥവത്തമായിട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ എന്താണ് യേശുവിനെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത് എല്ലാ ദിവസവും? ചോദ്യം ചിഹ്നം നിങ്ങളോട് തന്നെ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എങ്ങനെയാണ് എൻ്റെ കർത്താവിനെ എനിക്ക് മഹത്വപ്പെടുവാൻ സാധിക്കുന്നത്? അതെ, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ വിടുതല രോഗസൗഖ്യത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുകയാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും തിരിയുന്നുണ്ടോ? അങ്ങയുടെ നാമം എന്ത് ചെയ്യണം? പൂജിതമാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?